അതെ, വീട്ടിൽ പൊട്ടുകടല ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഇതിനായിട്ട് 1 കപ്പ് പൊട്ടുകടലയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് സവാള, വറ്റൽമുളക്, വെളുത്തുള്ളി, കാശ്മീരി മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്തിട്ട് തരിതരിപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ കായം പൊടി, ചതച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകം ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല കട്ടിയായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ബോളായിട്ട് കിട്ടണം കേട്ടോ. ഇനി ഇത് കയ്യിൽ വെച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് നമുക്ക് പരിപ്പ് വടയുടെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം. പൊട്ടുകടല നമ്മൾ മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് പൾസ് മോഡിൽ ഇട്ടിട്ട് തന്നെ പൊടിക്കണേ, എന്നാലേ ഈ രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് വറുത്ത് കോരാം. അതിനായിട്ട് ഒരു കടായിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ മിസ്റ്റർ ഗോൾഡിന്റെ റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ മുക്കി പൊരിക്കുന്ന എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് റൈസ് ബ്രാൻ ഓയിൽ ആണ് കേട്ടോ കൂടുതൽ നല്ലത്. കാരണം അതിന്റെ സ്മോക്കിംഗ് പോയിന്റ് ഒക്കെ നല്ല ഹൈ ആണ്. അപ്പൊ നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ തട്ടി വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. 2 വശവും നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി വടയാണ്. അപ്പൊ വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്യാൻ മറക്കണ്ട. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.